നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറം ക്ലസ്റ്റർ 2 അരങ്ങ് 2025 അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ കലോത്സവം താനൂർ രായിമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. പരിപാടിയുടെ സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറം ക്ലസ്റ്റർ 2 അരങ്ങ് 2025 അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ കലോത്സവം താനൂർ രായിമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. പരിപാടിയുടെ സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, സ്ത്രീ ശാക്തീകരണ രംഗം, ഈ രംഗത്തൊക്കെ ലോകത്തിന് മാതൃകയായ ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ കുടുംബശ്രീ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. തടവറയിൽ എന്ന പോലെ അടുക്കളയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്ന് സമൂഹത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന രീതിയിൽ അവരെ മാറ്റിയെടുക്കുന്നതിൽ കുടുംബശ്രീ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ വിവിധ ലിങ്കേജ് ലോണുകളും മറ്റൊക്കെ എടുത്തുകൊണ്ട് സ്വന്തം നിലയിൽ ബിസിനസ്സുകൾ ചെയ്യാനുള്ള ആ ഒരു ശ്രമം കൂടി നമ്മൾ നടത്തേണ്ടതിന് ഇന്നലെ മിനിയാണെന്ന് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ല കുടുംബശ്രീ സംരംഭകയെ തെരഞ്ഞെടുത്തപ്പോൾ അവൾ മലപ്പുറം നഗരസഭയിലെ ഒരു അയൽക്കൂട്ടമാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ പ്രാദേശികമായ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ കൂടി മാറ്റിപ്പിടിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ മുൻ ചെയർമാൻ പി ഷംസുദ്ദീൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക ശശികുമാർ, കൌൺസിലർ നജുമത്ത്, കെ റഹീന, സ്കൂൾ മാനേജർ പി അബ്ദുസമദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കുടുംബശ്രീ താനൂർ നഗരസഭ CDS 2 ചെയർപേഴ്സൺ ഫാത്തിമത്ത് സുഹറ സ്വാഗതവും DPM ജെൻഡർ രൂപിരാജ് നന്ദിയും പറഞ്ഞു. കലോത്സവത്തിൽ 1ാം സ്ഥാനം വളാഞ്ചേരി CDSഉം 2ാം സ്ഥാനം പെരുമ്പടപ്പ് CDSഉം 3ാം സ്ഥാനം പൊന്നാനി CDSഉം കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം നഗരസഭാ ചെയർമാൻ നിർവഹിച്ചു. പെരുമ്പടപ്പ്, പൊന്നാനി, കുറ്റിപ്പുറം, താനൂർ, തിരൂർ എന്നിങ്ങനെ 5 ക്ലസ്റ്ററുകളിലെ കുടുംബശ്രീ അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. TVN ന്യൂസ് താനൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.